ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷിയാസ്. ഞാൻ എറണാകുളം ജില്ലയിലാണ്. ഞാനൊരു സൈക്ലിസ്റ്റാണ്. സൈക്കിളിൽ യാത്ര ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, ഇതൊക്കെയാണ് പാഷൻ. ഇപ്പം ഞങ്ങളുള്ളത് മഹാരാഷ്ട്രയിലാണ്. നിലവിൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, വർഗീസ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തു നിന്നും കാശ്മീരിലേക്കുള്ള ഒരു സൈക്കിൾ യാത്രയിലാണ്. നിലവിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീഡിയോസ് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. യൂട്യൂബിൽ അത്ര വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മുടെ കാഴ്ചകൾ കൂടുതൽ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഷോർട്ടായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, റീൽസ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കാഴ്ചകൾ കൂടുതൽ നല്ല രീതിക്ക് ഞങ്ങളുടെ യാത്രയുടെ ഭംഗി പോകാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂട്യൂബിലും ഞങ്ങളുടെ വീഡിയോസ് ഇടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആരംഭഘട്ടം എന്ന രീതിക്ക് നിലവിൽ ഞങ്ങൾ മഹാരാഷ്ട്ര എത്തി. ഞങ്ങൾ സെപ്റ്റംബർ 27 എറണാകുളത്തു നിന്നും യാത്ര തുടങ്ങിയായിരുന്നു. നേരെ തൃശ്ശൂര്, കോഴിക്കോട്, മംഗലാപുരം വഴി കർണാടകയിലേക്ക് കയറി. കർണാടക അത്യാവശ്യം ഒന്ന് എല്ലാ സ്ഥലങ്ങളും ഒന്ന് കറങ്ങി. പിന്നെ ഗോവയിൽ വന്നു, ഗോവ ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ കയറി. ഇപ്പം നിലവിൽ മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്ര അംബോലി വാട്ടർഫാൾസ് ഒക്കെ കണ്ട് അംബോലിയിലൂടെയാണ് ഇപ്പം ഞങ്ങളുടെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പം യൂട്യൂബിൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം മറ്റുള്ള വാഹനങ്ങളിലോ മറ്റോ കാശ്മീരിലേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്ന പോലെയല്ല സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിരിക്കും, കുറച്ചുകൂടെ രസമുള്ളതായിരിക്കും, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും. കാരണം എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്ത്, ഒരു ഗ്രാമങ്ങളാണെങ്കിലും സിറ്റികളാണെങ്കിലും മാർക്കറ്റുകളാണെങ്കിലും ഒരു പ്രദേശങ്ങളാണെങ്കിലും അവിടുത്തെ സംസ്കാരം, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ രീതികൾ എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാനും കാണാനും ഞങ്ങളുടെ ചാനലിലൂടെ പറ്റും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ അവതരണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾക്ക് ഇത് ചെയ്ത് വലിയ ശീലമില്ല, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആ രീതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.